VPP മുസ്തഫ ആദ്യത്തെ എഡ്ജ് നോക്കൂ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ 6 ഇടങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 6 സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ആ വിഷയത്തിൽ മനസ്സിലാകുന്ന വിവരങ്ങൾ. സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അല്പം കൂടി വർദ്ധിക്കുന്നതാണോ ഇന്നത്തെ കാഴ്ചകൾ? അസിത, തീർച്ചയായും ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന CPIM-നെതിരെ ഏതെല്ലാം തരത്തിലുള്ള കാടിളക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPIM ആകെ ഉലഞ്ഞു പോയിരിക്കുകയാണ്. CPIM-ൽ നിന്ന് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ നിരന്തരം ഇടതുപക്ഷത്തിൻ്റെ ഇവരുടെ അഡ്വക്കേറ്റ് ബസന്തിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങൾ അതെല്ലാം ദുർബലമായിരിക്കുകയാണ്. ഈ നിലയിലാണ്. എന്നിട്ടോ കോൺഗ്രസ് ഇങ്ങനെ അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നല്ലോ വാദം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്താ? അസിത, ഒരു കാര്യം ഞാൻ പറയുന്നു, ജനാധിപത്യ സംവിധാനത്തിനകത്ത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ CPIM ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഒരു നല്ല ജനാധിപത്യ മത്സരം നടക്കണം, എന്നിട്ട് അവിടെ രാഷ്ട്രീയ പോരാട്ടം നടന്ന് വിജയിച്ചു വരണം എന്ന് തന്നെയാണ് CPIM-ന്റെ ആഗ്രഹം. പക്ഷേ എതിരായിട്ട് CPIM-ആയിട്ട് മത്സരിക്കാൻ ഒരാളെ പോലും നിർത്താൻ കഴിയുന്ന സംഘടനാ സംവിധാനം ദൗർഭാഗ്യവശാൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു, UDF-ന് ഇല്ലാതെ പോകുന്നു. അതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. അത്ര ദുർബലമായി നിൽക്കുകയാണ്. എന്നാൽ ഇടതുപക്ഷം അതിൻ്റെ പരമ്പരാഗതമായ ശക്തി നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മേൽക്കൈ ലഭിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇന്നിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പണം പൂർത്തിയാകുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നാളെ അതിൻ്റെ സൂക്ഷ്മ പരിശോധന, 24-ാം തീയതി നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കാനുള്ള സന്ദർഭം, ഇതെല്ലാം കഴിയുമ്പോൾ കുറെ കൂടി ചിത്രം വ്യക്തമാകും. ഓർമ്മയുണ്ടാകുമല്ലോ VPP, വലിയ പ്രചാരണമൊക്കെ നടന്നതാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA നയിച്ച ജാഥ പിന്നീട് അത് ഏത് നിലയിലേക്ക് ഒരു ആസൂത്രിത അക്രമത്തിലേക്ക് മാറി എന്നുള്ളതും കേരളം കണ്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അവർ ഉയർത്തിയത് ഈ വാർഡുകളൊക്കെയും താങ്കളുടെ ഭാഷയിൽ മുൻപ് പറഞ്ഞതുപോലെ പാർട്ടി ഗ്രാമങ്ങൾ അതൊക്കെയും പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ മലപ്പട്ടത്തിലൊക്കെ എന്നതുകൂടി കാണേണ്ടേ? അത് നിങ്ങൾ ഓർമ്മിക്കും, ഈ ഒരുപാട് പഴയ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യാത മാത്രമല്ല അസിത, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ വിജ്ഞാപനവും പ്രഖ്യാപനവും ഒക്കെ വന്ന സമയത്ത് ഈ ആന്തൂരിൽ നിന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളും വലിയ നിലയിൽ കൊടുത്തല്ലോ. അവിടെ കോൺഗ്രസിന്റെ ഓഫീസ് തുറന്നു. ഇതായിരുന്നു വാർത്ത. ആന്തൂരിൽ കോൺഗ്രസ് ഓഫീസ് തുറന്നു. ഇനി ആന്തൂരിൽ പഴയതുപോലെയല്ല, CPM-ന്റെ നെടുങ്കോട്ടയെല്ലാം ഇതാ ഞങ്ങൾ കടഞ്ഞ് പിടിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാകെ വന്ന് ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറക്കുന്നതിന് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വലിയ പ്രൈം ഷോ, ഒരു CPIM-ന്റെ ഒക്കെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്താൽ അര മിനിറ്റ് പോലും വാർത്ത കൊടുക്കാൻ സന്നദ്ധമാകാത്ത വലതുപക്ഷ മാധ്യമങ്ങളാണ് ആന്തൂരിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നതിന് പ്രൈം ടൈമിൽ വാർത്ത കൊടുത്തത്. അങ്ങനെയൊക്കെ വലിയ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ വളർത്താൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആന്തൂരും മലപ്പട്ടവും എല്ലാം ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, ആ സ്വാധീനം ജനങ്ങൾ CPIM-ൽ അർപ്പിച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിലനിന്നു പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയല്ലേ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പുറത്തോ എന്തൊരു അപഹാസ്യമായ സമീപനമാണ്. തമ്മിലടിക്കുന്ന ദൃശ്യം ഫോട്ടോ എടുത്തവനെ പുറത്താക്കിയാണ്. തമ്മിലടിച്ചവനൊരു കുഴപ്പമില്ല, തമ്മിലടിച്ചവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരെല്ലാം ഇപ്പോഴും പദവികളിലിരിക്കുന്നു, പോസ്റ്റുകളിലിരിക്കുന്നു. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയെ പുറത്താക്കിയിരിക്കുകയാണ്. എന്തൊരു പാർട്ടിയാണിത്, എന്തൊരു സമീപനമാണിത്. പക്ഷേ നമ്മളിതൊന്നും പറയാൻ പാടില്ല അസിത. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വല്ലാത്ത ജനാധിപത്യ വിരുദ്ധർ. നമ്മുടെ പാർട്ടിയിലും ഇടതുപക്ഷത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ജനാധിപത്യവും ഇല്ല. എന്നാൽ അപ്പുറത്ത് കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ്, അഹിംസാവാദികളാണ്. ഇങ്ങോട്ട് ആരെങ്കിലും അടിച്ചാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്നവരാണ്. പക്ഷെ കണ്ടു കാസർഗോട്ടെന്ന ദൃശ്യം.
എങ്ങനെയാണ് ഗാന്ധിജിയുടെ പടം തൂങ്ങുന്ന പശ്ചാത്തലത്തിൽ, ഭിത്തിയിൽ നമ്മൾ ഗാന്ധിജിയുടെ പടം കാണുന്നത്, അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു കവളത്തെ അടി കിട്ടിയപ്പോൾ മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്ന അഹിംസാവാദം ഇന്നലെ കാസർകോട്ടെ DCC ഓഫീസിൽ നടന്നത് എന്നുള്ളത്. ഏതെല്ലാം തരത്തിലാണ് ഇപ്പോ ആറ്റിങ്ങലിൽ നിന്ന് നടന്ന കൂട്ടയടിയുടെ കാര്യം. കോഴിക്കോട് DCC ഓഫീസിൽ ഒരു രാത്രിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വലിയ കലാപവും പ്രശ്നവും. ഇങ്ങനെ വലിയ അഹിംസാവാദികളും വലിയ ജനാധിപത്യവാദികളുമായ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ മാർക്സിസ്റ്റ് ഗുണ്ടായിസം, കണ്ടില്ലേ പാർട്ടി ഗ്രാമങ്ങളിലെ ജനാധിപത്യ വിരുദ്ധത, ഒരു സ്ഥാനാർത്ഥിയെ പോലും കൊടുക്കാൻ പോലും അനുവദിക്കാതെ ഇതാ ഇവിടെ ഏകപക്ഷീയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നു. ഇതൊക്കെയായിരിക്കും വരുന്ന വായ്ത്താരി. അല്ലാതെ അപ്പുറത്ത് ഉള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളോ കോൺഗ്രസിന്റെ ഈ കെട്ടുറപ്പിന്റെ പ്രശ്നങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് പോലും CPIM-ന്റെ മേലാണ് കുറ്റമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് സംഭവിക്കാൻ പോവുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമ്മുടെ ആരുടെയെങ്കിലും തന്നെ CPIM-ന്റെ ആരോടെങ്കിലും തന്നെ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ട് 2 സ്ഥാനാർത്ഥികളെയും കൂടി നിർത്തി കൊടുക്കും. ഇല്ലെങ്കിൽ അതുകൂടി നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നേ. അത്തരത്തിലുള്ള സാഹചര്യമാണുള്ളത്. ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനപക്ഷ വികസന നയങ്ങൾ, പൊതുവായ നാടിന്റെ പുരോഗതിയും ഓരോ വ്യക്തിയുടെയും ക്ഷേമവും ആശ്വാസവും ഉറപ്പുവരുത്തുന്ന രീതിയിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന് നേതൃത്വം നൽകുന്ന CPIM നടപ്പിലാക്കുന്ന ബദൽ വികസന നയങ്ങൾ, അതെല്ലാം ജനങ്ങളെ എന്തുമാത്രം സ്വീകരിക്കപ്പെടുന്നു. വികസന നയങ്ങൾ മാത്രമല്ല, സാർവദേശീയവും ദേശീയവുമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷം എടുക്കുന്ന ഇച്ഛാശക്തിയുള്ള നിലപാടുകൾ, ഇതെല്ലാം തന്നെയാണ് CPIM-ലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ തേരോട്ടത്തിന് തുടക്കം കുറിക്കാനും ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പണത്തോടു കൂടി വന്ന LDF-ന്റെ ഈ എതിരില്ലാ വിജയം കാണിക്കുന്നത്.